മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ സംസാരിക്കുമ്പോൾ അഹമ്മദ് അൽ മദനിയുടെ പേര് പറയാതെ ഈ സംസാരം പൂർത്തിയാക്കുന്നത് ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തോടും ഇതിന് നേതൃത്വത്തോടും ചെയ്യുന്ന വലിയ നീതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഹമ്മദ് അൽ മദനി, നീ റമദാൻ നമ്മളോടൊപ്പം ഇല്ല. കഴിഞ്ഞ റമദാനിലും കഴിഞ്ഞ സമ്മേളനത്തിലും കോഴിക്കോട് സമ്മേളനത്തിലും അതുപോലെ ഈ ജില്ലയിലെ മാത്രമല്ല കേരളത്തിന്റെ മണ്ണിൽ തൗഹീദിനും അറബി ഭാഷക്കും ഈ സമുദായത്തിനും വേണ്ടി തന്റെ ജീവിതം വിനിയോഗിച്ച അഹമ്മദ് അൽ മദനിയെ പോലുള്ള പണ്ഡിതന്മാരാണ് നമുക്ക് നേതൃത്വം നൽകിയത്. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവരുടെ തൗഹീദാണ്, അവർ പഠിപ്പിച്ച വിശുദ്ധിയും വിശ്വാസവുമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അഹമ്മദ് അൽ മദനിയുടെ ജീവിതത്തിലെ ഒരേട് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർക്ക് വിവരമില്ലെന്ന് പറയുന്നവരുണ്ട്. മുജാഹിദ് പണ്ഡിതന്മാര് കിതാബ് കണ്ടിട്ടില്ല, സൗദി അറേബ്യയിലെ കിതാബ് കണ്ടിട്ടില്ല, ദുബൈയിലെയും ഖത്തറിലെയും കുവൈത്തിലെയും ലൈബ്രറികൾ കണ്ടിട്ടില്ല, ഞങ്ങളാണത് കണ്ടത് എന്ന് പറഞ്ഞു നടക്കുന്ന ചില കുട്ടി നേതാക്കന്മാരും കുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും. അഹമ്മദ് അൽ മദനിക്ക് വിവരമില്ല, അതുപോലെ മുഹീദ്ദീൻ ഉമരിക്ക് പാണ്ഡിത്യമില്ല എന്ന് ആരാ പറഞ്ഞു നടക്കുന്നത്? ചെറിയ നീശ മുളക്കാത്ത കുട്ടികൾ നാടുകളിൽ ഇങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കമ്പ്യൂട്ടറില്ലാത്ത, സോഫ്റ്റ്വെയറുകളില്ലാത്ത, മക്തബത്തു ശാമിലെ കണ്ടുപിടിക്കാത്ത, മൊബൈൽ ഫോണുകളില്ലാത്ത കാലഘട്ടങ്ങളിൽ 12-14 ദിവസങ്ങൾ കുറ്റിച്ചിറയിലും പൂനൂരിലും വാദപ്രതിവാദങ്ങൾ നടത്താൻ, വണ്ടൂരിലൊക്കെ വാദപ്രതിവാദം നടത്താൻ എപിയെ പോലെ അതുപോലെ ടിപിയെ പോലെ അതുപോലെ തന്നെ അഹമ്മദ് അൽ മദനിയെ പോലെ മുഹീദ്ദീൻ ഉമരിയെ പോലെ ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും ഞങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഒരു ലാപ്ടോപ്പും വേണ്ടി വന്നിട്ടില്ല, ഒരു കമ്പ്യൂട്ടറും വേണ്ടി വന്നിട്ടില്ല, ഒരു മക്തബ് ശാമിലയും വേണ്ടി വന്നിട്ടില്ല. ഖുറാഫികൾ ഉദ്ധരിക്കുന്ന ശിർക്കിന്റെ തെളിവുകൾ ഇന്ന കിതാബിലെ ഇന്ന പേജിലെന്ന് ഞങ്ങളുടെ പണ്ഡിതന്മാർ കണ്ണടച്ചെടുത്തിരുന്ന കാലമുണ്ടായിരുന്നു. അവരാണ് ഞങ്ങളുടെ നേതാക്കന്മാർ. ആ സാത്വികന്മാരായ പണ്ഡിതന്മാരുടെ തണലിലാണ് ഞങ്ങൾ ഉള്ളത് എന്ന വിശ്വാസം നമുക്കെല്ലാവർക്കും വേണം. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് അഹമ്മദ് അൽ മദനി ചെമ്മാട് പള്ളിയിൽ ഒരു മഗ്‌രിബ് നിസ്കാരത്തിന് ചെന്നു. 25-30 കൊല്ലം മുമ്പ് ഇന്നത്തെ ചില അഹമ്മദ് അൽ മദനിയെ വിമർശിക്കുന്ന ആളുകൾ അവരുടെ കാര്യം തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് പോലും, അവരൊക്കെ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ചെമ്മാട് പള്ളിയിൽ അഹമ്മദ് അൽ മദനി ഒരു മഗ്‌രിബിന് ചെന്നത്. അപ്പൊ ഒരു ഗൾഫിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പള്ളികൾ എല്ലാവർക്കും ഒരു പുസ്തകം ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കെ, എല്ലാവർക്കും ആ പുസ്തകം ഇങ്ങനെ എല്ലാവരും വാങ്ങി. അഹമ്മദ് അൽ മദനി ഒന്ന് വാങ്ങി. മൗലവി ഇങ്ങനെ പുസ്തകം ഇങ്ങനെ തുറന്നു നോക്കി. എന്നിട്ട് പുസ്തകം അടച്ചു വെച്ചിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും പുസ്തകം എടുത്ത് തിരിച്ചു വാങ്ങി. അപ്പൊ ആളുകൾക്കൊക്കെ അത് വലിയൊരു വിഷമായി. നല്ലൊരു പുസ്തകം, നല്ല ചട്ടുള്ള, നല്ല ഗൾഫിൽ നിന്നുണ്ടെന്നൊരു ബുക്ക്, ഖുർആനും ഹദീസൊക്കെ എഴുതിയ ബുക്ക്, മൗലവി എന്താ തിരിച്ചു വാങ്ങിയത്? അത് ശരിയായില്ല. ആ മൗലവി അതിന്റെ 102-ാമത്തെ പേജ് എല്ലാ പുസ്തകത്തും കണ്ട് ചീന്തിയെടുത്തു, എല്ലാ ബുക്കൊന്നും കീറി, എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പൊ അതിനേക്കാളും വലിയ പ്രശ്നമായി. അവര് ചോദിച്ചു, മൗലവി എന്താ നല്ലൊരു പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് മൗലവി ഇങ്ങനെ കീറിയത്? അതെന്തായാലും മോശമായി, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. അന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 30 കൊല്ലം മുമ്പ് അഹമ്മദ് അൽ മദനിയൊന്നും കിതാബ് കണ്ടിട്ടില്ലെന്നും പുസ്തകം കണ്ടിട്ടില്ലെന്നും ഹദീസ് കണ്ടിട്ടില്ലെന്നൊക്കെ പറയുന്ന ഇന്നത്തെ ആളുകൾ ജനിക്കുന്നതിനും അവരുടെ കാര്യം അവരുടെ മാതാപിതാക്കൾ പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് ആ കാലത്ത് അന്ന് മഗ്‌രിബ് നിസ്കാരം അഹമ്മദ് അൽ മദനി അവരോട് പറഞ്ഞത്, കൂട്ടരെ, ഈ പുസ്തകത്തിലെ 102-ാമത്തെ പേജ് അതിലൊരു ദുർബല ഹദീസ് ഉണ്ട്, അത് ഖുർആനിനെതിരാ. നിങ്ങളത് വായിച്ചാൽ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും, നിങ്ങളത് പഠിച്ചാൽ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന് അഹമ്മദ് അൽ മദനി എന്ന് പറഞ്ഞു. അഹമ്മദ് അൽ മദനി അന്ന് ആ പുസ്തകത്തിൽ നിന്ന് കയറിയ 102-ാമത്തെ പേജ് അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന ഒരാള് എടുത്ത സന്ദർഭത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ പേജിലുണ്ടായിരുന്ന ഹദീസ ഈ ആയിബാദൽ അയ്യൂനി എന്ന ഹദീസ്. 102-ാമത്തെ പേജിൽ അഹമ്മദ് അൽ മദനി 30 കൊല്ലം മുമ്പ് ചീന്തി എറിഞ്ഞതാ. ആ പേജ് ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കാൻ ശ്രമിച്ചാൽ തൗഹീദുള്ളവർക്കും ആദർശബോധമുള്ളവർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നത് അവരോട് നമ്മൾ ദേഷ്യം പിടിക്കേണ്ട കാര്യമാണോ? അല്ല, അവരുടെയൊക്കെ ജീവിതത്തിന്റെ വിശുദ്ധിയും അവരുടെയൊക്കെ ജീവിതത്തിന്റെ നന്മയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു അവരോടൊപ്പം അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.